ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു യാത്ര വ്ളോഗാണ് ഗൈസ്. അതായത് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലത്തിലോട്ട് പോവാണ് ഗൈസ്. അതെന്ന് പറയുകയാണെങ്കിൽ ഒരു ബിഗ് സോറി, കാര്യം കോണ്ടന്റുകൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് കുറേ നാളായി അറിയാം. ബിടെക് കഴിഞ്ഞ് അതിൻ്റെ പുറകെ കുറച്ച് പേപ്പറുകൾ എഴുതിയെടുക്കാനുണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ പിന്നെ അടുത്ത കോഴ്സ് എടുത്തു ഗൈസ്, അതിൻ്റെ പുറകിൽ എല്ലാം കൂടെ ആയിട്ട് തിരക്കായിപ്പോയി. ബട്ട് ഇനി നമ്മൾ എല്ലാം സെറ്റാക്കി കൊണ്ടുവരുന്നതായിരിക്കും ഷുവർ ഗൈസ്. നമുക്കത് കഴിഞ്ഞ് ഇനി വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടാണ് ഗൈസ്. ഞാൻ അവിടെ പോയി ഏകദേശം കാര്യങ്ങളെല്ലാം സെറ്റായി, ഒരു വീടൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ്. പക്ഷേ അവിടെ വണ്ടിയുടെ ആവശ്യമുണ്ട് ഗൈസ്. അത് നമുക്ക് വഴി പറയാം, വണ്ടിയുടെ ആവശ്യം എന്താണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ അങ്ങോട്ട് പോയി ഗൈസ്. നമ്മൾ ഇന്ന് ഇവനെയാണ് ഗൈസ് എടുക്കുന്നത്. എൻ്റെ സ്പ്ലെൻഡർ ചെറിയൊരു പണി തന്ന് നമ്മളപ്പം ആദ്യം സ്പ്ലെൻഡറിൽ പോകാനായിരുന്നു ഈ പ്ലാൻ എൻ്റെ വണ്ടിയിൽ. പക്ഷേ സ്പ്ലെൻഡർ ചെറിയൊരു പണി തന്നതുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് ഇവനെ കൊണ്ടാണ്. അച്ഛൻ്റെ വണ്ടിയാണ് ഗൈസ്, നമ്മൾ ഇന്ന് ഇവനെ കൊണ്ടാണ് പോകുന്നത്. സ്പ്ലെൻഡർ കൊണ്ട് നമ്മൾ പൊന്മുടി ഹിൽസ് വരെ കേട്ടിട്ടുണ്ട്. ചിലരായിരിക്കും ഇവന് വട്ടാണോ ഈ വണ്ടി കൊണ്ടൊക്കെ തിരുവനന്തപുരത്ത് പോകാനൊക്കെ വിചാരിക്കും. ബട്ട് എന്തിനാണ് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരും ഗൈസ്. അപ്പം വീഡിയോ ഫോളോ അപ്പ് ചെയ്തു. നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാം. സമയം ഇപ്പോൾ 10-11 മണി ആയിട്ടുണ്ട്. രാവിലെ പോകണമെന്ന് വിചാരിച്ച ഒരു 7-8 മണി കഴിഞ്ഞ് ഇറങ്ങിയാൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചെന്നൊരു 11 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്ന് പറഞ്ഞാണ് വണ്ടി എടുക്കുന്നത്. അറിയത്തില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതിപ്പം ഏകദേശം ഒരു പകുതി കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടി നേരെ ജസ്റ്റ് ഒരു തണൽ കിട്ടിയപ്പോൾ കുറച്ച് നേരം നിൽക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ വണ്ടിക്ക് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുത്തുണ്ട് നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് വൺ സൈഡ്. അപ്പം കുറച്ച് നേരം നിൽക്കാന്ന് വിചാരിച്ചു. നടുവിന് ചെറിയൊരു വേദനയും, നമ്മൾ ഇത്ര കുറേ നാളായി ഒക്കെ വണ്ടി ഓടിച്ചിട്ട്, അപ്പം അതിൻ്റെ ഒരു ഇതും, പിന്നെ വണ്ടിക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് തണുക്കട്ടെ. അതിനിടെ നമ്മളിപ്പോൾ സ്റ്റോപ്പ് എടുത്തേക്കുക. എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നൊന്നും ഒരു പ്ലാൻ ഇല്ല. ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കുന്നത്, എവിടെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം വഴിയെ പറയാം ഗീസ്. എന്തായാലും ഇവിടുന്ന് ഇനിയും വണ്ടി എടുത്ത് മുന്നോട്ട് പോട്ടെ. എല്ലാം ഈ വീഡിയോയ്ക്ക് തന്നെ പറയാം, പോകുന്ന വഴി പറയാമല്ലോ. ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് മറ്റേ നമ്മുടെ റീൽസിലൊക്കെ കണ്ടത് മാത്രമാണ് ഈ പ്രൈവറ്റ് ബസ്സും KSRTC ആയിട്ടുള്ള ഒരിത്. ഞാൻ ഇച്ചിരി മുന്നേ ഒരു സ്റ്റോപ്പ് എടുത്തായിരുന്നു, ഒരു വെള്ളം കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. അതിന് ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റാൻഡ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു പ്രൈവറ്റ് ബസ് വന്ന് അതിൻ്റെ ആളും പേരും ഒന്നുമില്ല. 3-4 ആണുങ്ങൾ കയറി, പിന്നെ 2-3 ഗേൾസ് കയറി എന്ന് പറയാം. ബാക്കി എല്ലാവരോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നല്ല വെയിൽ, നല്ല കാര്യങ്ങൾ, പക്ഷെ ബാക്കി എല്ലാവരോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് പോയി ഒരു 10 മിനിറ്റ് ആയിരിക്കും നമ്മുടെ KSRTC വരുന്നത്, പ്രിയദർശിനി വരുന്നത്. അതിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല. എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇവർ അടിച്ച് കയറി അതിൻ്റെ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്ത രീതിയിലായി ആ വണ്ടി പോകുന്നുണ്ട്. ജസ്റ്റ് പ്രൈവറ്റ് ബസ്സുകാരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ വരെ. അത്രയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഇന്ന് റോഡേ വരുന്ന വഴിക്ക് മൊത്തം കുഴിയെടുപ്പ്, ബൈ റോഡ് കയറി കറങ്ങി അടിച്ച് 3-3.5 മണിക്കൂർ ആയി നമ്മളിങ്ങനെ എത്തിയപ്പോൾ. ഞാനിപ്പോൾ നിൽക്കുന്ന പൂജപ്പുര. പിന്നെ കുറേ പേരെന്നോട് ചോദിക്കുന്നത്, ബ്രോ ഇപ്പോൾ എന്താണ് ഈ വീഡിയോസ് കാണാത്ത മറ്റേ മറിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ബിടെക് കഴിഞ്ഞ് പിന്നെ അരിയർ പേപ്പറിൻ്റെ ഒരു മാസം പിന്നെ അതിൻ്റെ കുറേ കാണുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയതിൻ്റെ അങ്ങനെ കുറേ അല്ലറ ചില്ലറ തിരക്കെല്ലാം കൊണ്ടും പണി കിട്ടി ഒരു ഒരു ഇതൊന്നും എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് തൊട്ട് നമുക്ക് വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് കണ്ടന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, ഞാൻ ഇട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ എനിക്ക് കുറേ മെസ്സേജ് ഇട്ടു, തിരുവനന്തപുരത്ത് എന്ത് കോഴ്സ് എടുക്കാനാണ് പോകുന്നത്, ബിടെക് കഴിഞ്ഞ് എന്താണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ്. കഴിഞ്ഞ ഫെയർവെല്ലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടുണ്ട്. അവിടെ ഓയിൽ ആൻഡ് ഗ്യാസ്, MEP എല്ലാം കൂടെ ഉള്ളൊരു കമ്പൈൻഡ് കോഴ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. 6 മാസത്തെ കോഴ്സാണ്. 6 മാസം ഞാൻ മെയിനായിട്ട് ഇവിടെ വരാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വീട്ടിൽ നിന്നാൽ അതിൻ്റെ ഒരു കംഫർട്ട് സോണാണ് നൈസ്. അത് എനിക്ക് ബ്രേക്ക് ചെയ്തേ വരത്തുള്ളൂ. കാര്യം ഇപ്പം എനിക്ക് ഈ കോഴ്സ് വേണമെങ്കിൽ കായംകുളത്ത് എടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ ദൂരെ വീട്ടിൽ നിന്നും പോയി മാറി നിന്ന് പഠിക്കണമെന്ന് വെച്ചെടുത്തത് തിരുവനന്തപുരം തന്നെയാണ് എടുത്തത്. എറണാകുളത്ത് കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം എടുത്ത് എന്ന് വെച്ചാൽ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യണം. കുറേ കംഫർട്ട് സോൺ എനിക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീക്കാണെന്ന് നിങ്ങൾ പറയും. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ സെറ്റ് ചെയ്ത് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം ഇതൊക്കെ ഉള്ളായിരുന്നു. ഞാനിപ്പം എന്താണ് സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ.
പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗൈസ് ഒരു 6 മാസം ഇവിടുത്തെ അല്ലറച്ചിലുള്ള കാര്യങ്ങൾ, ജിമ്മ് ജിമ്മ് പറഞ്ഞപ്പോഴാണ് 6 മാസത്തെ ചാലഞ്ച് അത് മറന്നിട്ടില്ല. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ബ്രോ മറന്നോ പറഞ്ഞില്ല. ഈ ഒരു സമയം കഴിഞ്ഞ് കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റെ എല്ലാം മെയിൻ കാര്യം. ഞാൻ ജിമ്മിന് പോകുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞു, ജിമ്മിന് പോയില്ല. പിന്നെ അങ്ങോട്ട് പരീക്ഷ വന്ന് എല്ലാം കൂടെ പ്രാന്ത് പിടിച്ച് വല്ലാത്തൊരു സിറ്റുവേഷൻ. ഉള്ള കാര്യം പറയാം, ബിടെക് ഒക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇരുന്ന് പഠിച്ചോ, ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ പെട്ട് പണ്ടാരം അടങ്ങും. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ജസ്റ്റ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ സുലാ.